ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് രാജിവെക്കണം, പറ്റില്ലെങ്കിൽ ഇട്ടേച്ച് പോകണം. താങ്കൾ പാംബ്ലാനിയുടെ അടിമയോ? കോടതി പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് ആയ ഫാദർ ഗർവാസിസ് ആനിത്തോട്ടത്തിലിനോട്. കാനൻ ലോ, പൗരസ്ത്യ നിയമം, പൗരസ്ത്യ കാനൻ ലോ 1269(1) പ്രകാരം ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ച സ്പെഷ്യൽ ട്രിബ്യൂണൽ സഭാ കോടതി വളരെ ശക്തമായ ഭാഷയിൽ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിനോട് ചോദിച്ച ചില കാര്യങ്ങൾ അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവതരിപ്പിക്കുകയാണ്. ഈ കോടതി വിധി വന്നത് ജൂലൈ മാസം 31-നാണ്, 2025 ജൂലൈ 31-ന്. പക്ഷെ അതിൻ്റെ പകർപ്പെല്ലാം കിട്ടി സമൂഹ മാധ്യമത്തിൽ അത് പ്രചരിച്ചത് ഇന്നലെയാണ്. അപ്പോൾ അതിൽ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു. അതിനകത്ത് ഈ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. ആ വാക്ക് തന്നെ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് എന്നാണ് സഭ ഉപയോഗിക്കുന്ന വാക്ക്. നീതിയെ പ്രൊമോട്ട് ചെയ്യുന്ന, നീതിയെ സംരക്ഷിക്കുന്ന ആളെന്നാണ്. അതായത് സഭയുടെ നിയമ സംവിധാനം അനുസരിച്ച് സത്യവും നീതിയും ന്യായവും പുലരാൻ വേണ്ടി സഭ നിയമിച്ചിരിക്കുന്ന ഒരാളാണ് ഈ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ്. അങ്ങനെയാണ് സഭ അദ്ദേഹത്തെ വിളിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾ പാംബ്ലാനി പിതാവിനെ താളത്തിനകത്ത് തുള്ളാനാണോ അതോ സഭാ നിയമം സംരക്ഷിക്കാനാണോ പ്രവർത്തിക്കേണ്ടത് എന്നാണ് കോടതി ചോദിച്ചത്. കോടതി വളരെ ശക്തമായിട്ട് ചോദിച്ചു, താങ്കൾ നിയമ സംവിധാനത്തിൻ്റെ ഭാഗമല്ലേ? പാംബ്ലാനിയുടെ അടിമയല്ലല്ലോ. താങ്കൾ സഭയുടെ, കത്തോലിക്ക സഭയുടെ നിയമ സംവിധാനത്തിൻ്റെ ഭാഗമല്ലേ? പാംബ്ലാനി പിതാവിൻ്റെ അടിമയല്ലല്ലോ. ഈ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് ഫാദർ ഗർവാസിസ് ആനിത്തോട്ടത്തിലും പാംബ്ലാനി പിതാവും ഈ സ്പെഷ്യൽ ട്രിബ്യൂണൽ മുമ്പാകെ ഇങ്ങനെ സമർപ്പിച്ചിരുന്നു. അതായത് കാനൻ നിയമം 1401 അനുസരിച്ചും മണവാളൻ്റെ ആരോഗ്യസ്ഥിതി അദ്ദേഹം ഇപ്പോൾ മെഡിക്കൽ ലീവിലാണെന്നുള്ള കാര്യം ഓർത്തും അദ്ദേഹത്തിനെതിരെയുള്ള ശിക്ഷാ നടപടികൾ നിർത്തിവെക്കണം. സഭ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു മാനസാന്തരവും തിരിച്ചു വരവൊക്കെ മണവാളിൽ സംഭവിച്ചു കഴിഞ്ഞുവെന്നും പാംബ്ലാനി പിതാവും ഈ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസും കോടതിയുടെ മുമ്പാകെ ഒരു അപേക്ഷ സമർപ്പിച്ചു. അപ്പോൾ കോടതി 2-3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഒന്ന്, ഈ കുറ്റവാളിയുടെ മാനസാന്തരം, നീതിയുടെ പുനഃസ്ഥാപനം, പിന്നെ സഭയിലുണ്ടായിട്ടുള്ള ഇടർച്ച, അത് ഇല്ലാതാകൽ, ഇത് 3ഉം ഒരേ സമയം ഉണ്ടായാൽ ഒരു പക്ഷേ നമുക്ക് ശിക്ഷാ നടപടികൾ വേണ്ടെന്ന് വെക്കാമായിരുന്നു. പക്ഷേ അത് വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ കോടതി തന്നെ, അതായത് ഈ സ്പെഷ്യൽ ട്രിബ്യൂണൽ തന്നെ മണവാളനെതിരെ ഉത്തരവ് പുറപ്പെടുവിച്ചതാണ്. ഇതേ കോടതി ആ ഉത്തരവ് പോലും അനുസരിക്കാതിരിക്കുന്ന ആളാണ് മണവാളൻ. അദ്ദേഹത്തിന് എന്ത് മാനസാന്തരമാണ് ഉണ്ടായത്? എന്ത് തിരിച്ചുവരവാണ് അദ്ദേഹത്തിന് ഉണ്ടായത്? പിന്നെ അദ്ദേഹം സസ്പെൻഷനിലാണ്. സസ്പെൻഷനിലിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് മെഡിക്കൽ ലീവ് കൊടുക്കാൻ കഴിയുക പാംബ്ലാനി പിതാവിന്? ഇതെവിടെയെങ്കിലും ഏതെങ്കിലും നിയമത്തിൽ കേട്ടുകേൾവിയുള്ള സംഗതിയാണോ? അതിനേക്കാളേറെ ബോസ്കോ പിതാവ്, അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ബോസ്കോ പിതാവ്, മാർപ്പാപ്പയ്ക്ക് വേണ്ടി മാർപ്പാപ്പയുടെ അധികാരത്തിൽ പ്രവർത്തിക്കുന്ന ബോസ്കോ പിതാവ് ഈ മണവാളനെ മാനസാന്തരപ്പെടുത്താനായിട്ട് ശ്രമിച്ച് ഒരു നിലയ്ക്കും വഴങ്ങാതെ വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളെല്ലാം ഫലം കാണാതെ വന്നപ്പോഴാണ് ഈ കോടതി നടപടികൾ ആരംഭിച്ചത്. ഈ കോടതിക്ക് മുമ്പാകെ ഈ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് തന്നെ ഈ കോടതിയിൽ മണവാളനെതിരെ വളരെ ഗൗരവമായ കുറ്റകൃത്യങ്ങളാണ് ആരോപിച്ചത്. വളരെ ഗൗരവമായ കുറ്റകൃത്യങ്ങൾ. അനുസരണക്കേട്, അതായത് ബോസ്കോ പുത്തൂർ എന്ന് പറയുന്ന മാർപ്പാപ്പയുടെ പ്രതിനിധിയായിട്ടുള്ള ആളെ മാർപ്പാപ്പയെ അനുസരിക്കാതിരിക്കുക, കൃത്യവിലോപം, ഒരു വൈദികൻ എന്ന നിലയിലുള്ള കൃത്യവിലോപം, നിയമലംഘനം, കത്തോലിക്ക സഭയുടെ നിയമം നിങ്ങൾ ലംഘിക്കുക, പിന്നെ പണം കട്ടെടുക്കുക, ബസിലിക്ക പള്ളിയിൽ നിന്ന് പണം കട്ടെടുക്കുക, ലൂട്ടിങ് ദ മണി, പണം കെട്ടെടുത്തിട്ട് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുക, അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ സ്പർദ്ധ വളർത്തുക, വിശ്വാസികളെ അനുസരണക്കേടിന് പ്രേരിപ്പിക്കുക, വൈദിക ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്നും മറ്റുള്ളവരെ തടസ്സപ്പെടുത്തുക, അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ സിവിൽ കോടതി സമീപിക്കുക, ആ കേസ് പിൻവലിക്കാൻ വേണ്ടി ബസിലിക്കയുടെ സീല് ദുരുപയോഗം ചെയ്യുക. ഇത്രയും ഗൗരവമായ കുറ്റകൃത്യങ്ങളൊക്കെ നിങ്ങൾ തന്നെയാണ് ഈ അച്ഛനെതിരെ ഈ കോടതി മുമ്പാകെ ഉന്നയിച്ചതും ആരോപിച്ചതും. എന്നിട്ട് നിങ്ങൾ തന്നെ ഒറ്റ അടിക്ക് പെട്ടെന്ന് തന്നെ പറയുകയാണ് അദ്ദേഹത്തിന് മാനസാന്തരം വന്നു. മാനസാന്തരം വന്നെങ്കിൽ കോടതി ചോദിക്കുകയാണ്,
ഒരു പ്രാവശ്യമെങ്കിലും ഈ കോടതിയുടെ മുമ്പാകെ വരാമായിരുന്നില്ലേ? എത്ര പ്രാവശ്യം ഈ കോടതി വിളിച്ചു? എപ്പോഴെങ്കിലും അദ്ദേഹം ഹാജരായോ? ഹാജരാകാത്തതിന് ഒരു ന്യായമെങ്കിലും അറിയിച്ചോ? അപ്പൊ ഇത്രയും അഹങ്കാരിയായ ധാർഷ്ട്യം നിറഞ്ഞ പാമ്പ്ളാനി പിതാവിന്റെ ഒത്താശയുണ്ട് എന്ന ഒറ്റ കാരണത്താൽ സഭയുടെ നിയമങ്ങൾ മുഴുവൻ വെല്ലുവിളിക്കുന്ന ഒരാൾക്ക് വേണ്ടി വാദിക്കാൻ ഈ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിന് ഉളുപ്പില്ലേ, നാണമില്ലേ? നിങ്ങൾ ആരുടെ അടിമയാണ് എന്നാണ് കോടതി ഈ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിനോട് ചോദിച്ചത്. ഞാൻ ഈ ഫാദർ ഗർവാസി സാന്നിധ്യത്തിൽ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, അറിയില്ല. പക്ഷെ അദ്ദേഹം ഈ കോടതി വിധി അല്ലേ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സഭയുടെ കാനന നിയമത്തിലൊക്കെ അദ്ദേഹത്തിന് ഡോക്ടറേറ്റോ മറ്റോ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് ചെയ്യേണ്ടത് രാജിക്കത്ത് കൊടുത്തു പോവുകയാണ്. കത്തോലിക്ക സഭയുടെ നിയമത്തിന് വിരുദ്ധമായിട്ട് സത്യത്തിന് നിരക്കാത്തത്, നീതിക്ക് നിരക്കാത്തത്, ന്യായത്തിന് നിരക്കാത്തത്, പണം കട്ടെടുക്കുന്ന ഒരു വൈദികനെ, കൂതാശ വിലക്കുള്ളപ്പോൾ കൂതാശ പരികർമ്മം ചെയ്യുന്ന ഒരു വൈദികനെ ന്യായീകരിക്കാൻ നടക്കുന്ന പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ്, അദ്ദേഹത്തിന്റെ പേര് മാറ്റണം, പ്രൊമോട്ടർ ഓഫ് ഇൻജസ്റ്റിസ്. ഫാദർ ഗർവാസി സാന്നിധ്യത്തിൽ നിങ്ങളുടെ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് അല്ല, നിങ്ങൾ പ്രൊമോട്ടർ ഓഫ് ഇൻജസ്റ്റിസ് ആണ്. നിങ്ങൾ പ്രൊമോട്ടർ ഓഫ് ട്രൂത്ത് അല്ല, നിങ്ങൾ പ്രൊമോട്ടർ ഓഫ് ഫാൾസ്ഹുഡ്, വ്യാജത്തിന്റെ നുണയുടെ പ്രൊമോട്ടറാണ് നിങ്ങൾ. സഭയുടെ സത്യമല്ല നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്, അസത്യമാണ്. പണം കട്ടെടുക്കുന്ന ഒരാളെ, കൂതാശ വിലക്കുള്ള ഒരാളെ സംരക്ഷിക്കുക, ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് അന്യായമാണ് ചെയ്യുന്നത്? യു ആർ പ്രൊമോട്ടിംഗ് ഇൻജസ്റ്റിസ് ഇൻ ദ ചർച്ച്. You are promoting lies and falsehood in the church. And in this way, you are acting against the church. അങ്ങനെ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ സഭ കർത്താവിൻ്റെ തുടർച്ചയാണ്, കർത്താവിനെതിരെയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഈ കുറ്റകൃത്യം, ഈ മണവാളനെ ന്യായീകരിക്കുക, ആ മണവാളനെ ന്യായീകരിക്കാനും സംരക്ഷിക്കാനും കുറ്റവാളി സംരക്ഷിക്കാനും നിൽക്കുന്ന പാമ്പ്ളാനി പിതാവിനെ ഉപദേശിച്ച് മാറ്റേണ്ടതിന് പകരം അയാളുടെ അടിമയായി നിൽക്കുന്ന നിങ്ങൾ ഈ കുംഭസാരത്തിൽ ഏറ്റുപറയേണ്ട, ശരിക്കും ഒരു ധ്യാനം കൂടി കുംഭസാരത്തിൽ ഏറ്റുപറയേണ്ട തെറ്റാണ് ചെയ്തിരിക്കുന്നത്. പാമ്പ്ളാനി പിതാവ് നിങ്ങളെക്കാൾ വലിയ തെറ്റാണ് പാമ്പ്ളാനി പിതാവ് ചെയ്തിരിക്കുന്നത്. ഒരു മെത്രാൻ എന്ന നിലയിൽ നിങ്ങളെക്കൊണ്ട് അനീതി ചെയ്യിപ്പിക്കുകയായിരുന്നു, അന്യായം ചെയ്യിക്കുകയായിരുന്നു, അസത്യം വ്യാജം ചെയ്യിപ്പിക്കുകയായിരുന്നു. പാമ്പ്ളാനി പിതാവ് നിങ്ങളെക്കാൾ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും കർത്താവിൻ്റെ കൃപയ്ക്ക് കീഴിലാണ് നമ്മൾ. പക്ഷെ നമുക്ക് മണവാളന് മാനസാന്തരം ഇല്ല, മണവാളൻ തിരിച്ചു വന്നിട്ടില്ല. അതായത് ഡിഫറൊക്കെ ചെയ്യും. നിങ്ങളോടല്ലേ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് ആയി നിങ്ങളോടല്ലേ പറഞ്ഞത് കൂതാശ വിലക്കുള്ള മണവാളൻ കൂതാശ പരികർമ്മം ചെയ്തു, കുംഭസാരം കേട്ടു, അത് റോമിൽ വിശ്വാസ തിരുസംഘത്തെ അറിയിക്കണമെന്ന് നിങ്ങളോടല്ലേ കോടതി പറഞ്ഞത്? നിങ്ങൾ അറിയിച്ചില്ലെങ്കിൽ കോടതി അറിയിക്കുമെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ? നിങ്ങൾ കൃത്യവിലോപം ചെയ്തില്ലേ? ഒന്നുകിൽ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക, പാമ്പ്ളാനി പിതാവിന് പേടിക്കാതിരിക്കുക. ഇനി അദ്ദേഹം ചെയ്ത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാനുള്ള ആ ചങ്കുറപ്പ് കാണിക്കുക. എന്നിട്ട് നമ്മൾ ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക. അങ്ങനെ നമ്മൾ വിശുദ്ധരാകാൻ കഴിയുക. എന്ത് കിട്ടാനാണ് നമ്മൾ ഈ അന്യായം ചെയ്യുന്ന മെത്രാന്മാരെ പിന്തുണയ്ക്കുന്നത്? എന്ത് കിട്ടാനാ? ഒരു സ്ഥാനം കിട്ടാനോ? ഒരു സ്ഥലത്ത് പ്രൊഫസറാകാനോ? അടുത്തൊരു മെത്രാനാകാനോ? തിന്മയ്ക്ക് കൂട്ടുനിന്നിട്ട്? അല്ലെങ്കിൽ ഒരു രൂപതയുടെ വിക്കർ ജനറൽ ആകാനോ? 3 കൊല്ലത്തേക്ക് 5 കൊല്ലത്തേക്ക്? ഇതാണ് നമുക്ക് ഏറ്റവും വലിയ പുണ്യം കിട്ടുന്ന സംഗതി? അതോ സത്യത്തിനും നീതിക്കും വേണ്ടി നിന്നിട്ട് നമ്മൾ പീഡിപ്പിക്കപ്പെടുന്നതോ? നിങ്ങൾ ചിന്തിക്കൂ, വളരെ ഗൗരവത്തോടെ ചിന്തിക്കൂ. ഇത് കേൾക്കുന്ന അച്ഛന്മാരോട് എല്ലാവരോടും ഞാൻ പറയണേ, അരമനയിലുള്ള സകല അച്ഛന്മാരോടും ഞാൻ പറയണേ, മെത്രാന്മാരുടെ തെറ്റിന് നിങ്ങൾ ഓശാന പാടിയിട്ട് കർത്താവിൻ്റെ കോടതിയിൽ കുറ്റക്കാരായി നിൽക്കുന്നതാണോ നല്ലത്? അതോ മെത്രാന്റെ അനിഷ്ടം നേടിയിട്ട് പുറത്തു പോയി മര്യാദയ്ക്ക് സുവിശേഷം പ്രഘോഷിച്ച് ജീവിക്കുന്നതോ? ഗൗരവത്തോടെ ചിന്തിക്കൂ. എത്ര കൊല്ലത്തേക്ക് കിട്ടും ഈ പറഞ്ഞ സ്ഥാനമാനങ്ങൾ? പിന്നെ ഇപ്പം മെത്രാനാകാന്ന് പറഞ്ഞാൽ, സീറോ മലബാർ സഭയിൽ മെത്രാനാകാന്ന് പറഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്നവർക്ക് ആയിക്കോട്ടെ, ഇപ്പം അവന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അവമാനം നിറഞ്ഞ ഒരു ജോലി ഏറ്റെടുക്കാന്നാണ് ഇപ്പം അർത്ഥം. നിങ്ങൾ പുറത്തിറങ്ങി ജനങ്ങളോടും ചോദിച്ചു നോക്കൂ മെത്രാന്മാരെ കുറിച്ചുള്ള അഭിപ്രായം. അച്ഛന്മാരെ കുറിച്ചുള്ള അഭിപ്രായം പണ്ടേ പോയി കിടക്കുകയാണ്. എന്നാലും മെത്രാന്മാരുടെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ജനങ്ങൾക്ക്. ഇപ്പം കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് അറിയാം. എന്ന് വെച്ചാൽ മെത്രാനാകണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. വിശുദ്ധരായ മെത്രാന്മാരുണ്ട്, വിശുദ്ധരായ വൈദികരുണ്ട്, ധാരാളമുണ്ട്. പക്ഷെ എങ്കിലും
സീറോ മലബാർ സഭയിൽ ഒരു മെത്രാനാകാന്ന് പറഞ്ഞാൽ അതിപ്പോൾ, എന്നാലും ഇതിനു വേണ്ടി പിന്നാലെ നടക്കുന്നവരുണ്ട്, അതൊക്കെ നടന്നോട്ടെ. പക്ഷേ കർത്താവിനെ സ്നേഹിക്കുന്നവരും സഭയെ സ്നേഹിക്കുന്നവരും അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ അതിന് നിങ്ങളുടേതായ രീതികളൊക്കെ ഉപയോഗിച്ചോളൂ. മാണിപ്പറമ്പിൽ ഉപയോഗിക്കുന്ന രീതി തന്നെ ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടേതായ രീതി ഉപയോഗിച്ചോളൂ. എങ്കിലും തിന്മയ്ക്ക് കൂട്ടു നിൽക്കരുത്, അസത്യത്തിന് കൂട്ടു നിൽക്കരുത്, അനീതിക്ക് കൂട്ടു നിൽക്കരുത്, അന്യായത്തിന് കൂട്ടു നിൽക്കരുത്. മെത്രാൻ അങ്ങനെ പറഞ്ഞാൽ, പിതാവേ ഐ എം വെരി സോറി, അനീതിക്ക് ഞാൻ കൂട്ടു നിൽക്കില്ല, പിതാവിനെ എന്നെ മാറ്റാം, യു ക്യാൻ ട്രാൻസ്ഫർ മീ. ഗാന്ധി പറഞ്ഞൊരു വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇഫ് ഐ സ്റ്റുഡ് ഫോർ ട്രൂത്ത് and the whole world banded against me and against the truth, I would still fight them all, no matter if they tore me limb from limb. ഞാൻ സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും ഈ ലോകം മുഴുവനും എനിക്കെതിരെയും സത്യത്തിനെതിരെയും ഇങ്ങനെ ബാൻഡഡ് അഗെയിൻസ്റ്റ് മീ ഇല്ലേ, കൂട്ടം കൂടി എന്നെ എതിർത്താലും ഞാൻ അവരെല്ലാം എതിർത്ത് തോൽപ്പിക്കും. അവരെന്നെ അവയവങ്ങൾ ഇഞ്ചിഞ്ചായി കൊത്തി നുറുക്കിയാലും വിരോധമില്ല. ഇഫ് ഐ സ്റ്റുഡ് ഫോർ ട്രൂത്ത് and the whole world banded against me and against the truth, I would still fight them all, no matter if they tore me limb from limb. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.